നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഭൂമിയിൽ ഡൈനോസറുകൾ എന്ന ജീവിക്ക് എന്തുകൊണ്ടാണ് വംശനാശം സംഭവിച്ചത്. ഇന്നും കണ്ടുപിടിക്കാത്ത ഒരു ഉത്തരമാണത്. ശാസ്ത്ര ലോകത്ത് അതിനെപ്പറ്റിയുള്ള ചില ചർച്ചകൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഭീമാകാരന്മാരായ ഡൈനോസറുകൾ അപ്രത്യക്ഷമായതിനെക്കുറിച്ച് പല കേട്ടറിവുകൾ നമുക്കറിയാം. ക്രിട്ടേഷ്യസ് മഹായുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ, അതായത് ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഡൈനോസറുകൾ അപ്രത്യക്ഷമായത്. ഡൈനോസറുകൾക്ക് മാത്രമല്ല വംശനാശമുണ്ടായത്, അക്കാലത്തുണ്ടായിരുന്ന മറ്റു പല പ്രധാന ജന്തുവർഗങ്ങളും ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതായി. ഭൂവിജ്ഞാനികളുടെ ഭാഷയിൽ പറയുമ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടായ വംശനാശമല്ല. വംശനാശങ്ങൾക്ക് അനേക ലക്ഷം വർഷങ്ങളെടുത്തു. ഇതിൻ്റെ കാരണങ്ങളെപ്പറ്റി പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് ശാസ്ത്രലോകത്തു നിന്നും മുൻപോട്ട് വന്നിട്ടുള്ളത്. ഇക്കൂട്ടത്തിൽ ഒന്നാണ് സസ്തനികൾ ഡൈനോസറുകളുടെ മുട്ടകളെല്ലാം തിന്നതിനാലാണ് എന്ന് ഒരു വാദമുണ്ട്. ഡൈനോസറുകൾ വാർദ്ധക്യം വന്നതിനാലാണ് എന്ന് മറ്റൊരു വാദമുണ്ട്. ഭൂമിയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇതുപോലെ വൻതോതിൽ വംശനാശങ്ങൾ നടന്നിട്ടുണ്ട്. പൂർണ്ണമായൊരു വിശദീകരണം ഇന്നും ലഭ്യമല്ല. ഡൈനോസറുകളുടെ സംബന്ധിച്ചുള്ള 1980 കാലിഫോർണിയയിലെ ഭൗതികശാസ്ത്രജ്ഞനായ ലൂയി അൽവാറസ് ആകർഷകമായൊരു സിദ്ധാന്തം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ സിദ്ധാന്തം ഇന്ന് സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ സിദ്ധാന്തം ഇതാണ്: ക്രിട്ടേഷ്യസിൻ്റെ അവസാന ഘട്ടത്തിൽ വലിയൊരു ക്ഷുദ്രഗ്രഹം ഭൂമിയിൽ വന്നു വീണു. അതിൻ്റെ ഫലമായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ വ്യാപകമായി ഉണ്ടായി. അന്തരീക്ഷമാകെ പൊടിപടലം കൊണ്ട് നിറഞ്ഞു. പകൽ സമയം ചന്ദ്രനില്ലാത്ത രാത്രി പോലെയായി. ഈ അവസ്ഥ അനേക മാസങ്ങൾ തുടർന്നു. തൽഫലമായി പ്രകാശ സംശ്ലേഷണം നടക്കാതെയായി. അതോടെ ഭക്ഷ്യ സസ്യ ശൃംഖലകളെല്ലാം നശിച്ചു. ഇത് വൻതോതിൽ നാശനഷ്ടങ്ങളുണ്ടായി. ഇതിനുള്ള തെളിവുകൾ പലതും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഭൂമിയിൽ വളരെ ദുർബലമായ മൂലകമാണ് ഇർഡിയം. അതേസമയം ഉൽക്കകളിൽ അതിൻ്റെ തോത് വളരെ കൂടുതലാണ്. പല സ്ഥലത്തും ക്രിട്ടേഷ്യസിൻ്റെയും അതിനെ തുടർന്നുള്ള ടെർഷ്യറി മഹായുഗത്തിൻ്റെയും അതിർത്തിയിൽ